അസ്സലാമലൈക്കും വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോൻ്റെ അവസാനം മോളെ കാണിച്ചു തരാം. ഇന്ന് മോളെ കൂട്ടാൻ കാരണം എന്ന് വെച്ചാൽ ഞാനും മോളും തമ്മിലുള്ള ജേണിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 7 days കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവിടുന്ന് മോളെ ബൈലാറ്ററൽ ക്ലബ് ഫുട്ട് ആയതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുട്ടീൻ്റെ രണ്ട് കാലിനും കൂടിയിട്ട് ഇടലായിരുന്നു. അപ്പോൾ ഈ 2 കാലിലും ഇടാൻ വേണ്ടിയിട്ട് രാവിലെ മംഗലാപുരം ആണ് പോയിരുന്നത്. ഒരു 3 മണി 2 മണിയാകുമ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് ഇറങ്ങണം. അവിടെ പോയി കുട്ടീനെ ഒരു ചെറിയൊരു പ്രൊസീജിയർ കണക്കെയാണ്, കുറച്ച് ഹൈലി അഡ്വാൻസ്ഡ് രീതിയിലാണ് അവർ ചെയ്തത്. കുറച്ച് സഡേറ്റീവ് ആക്കി. അതായത് കുട്ടിയുടെ പ്രായം എത്ര 10 ദിവസം. അപ്പം ഈ 10 ദിവസത്തിലെ കുട്ടിക്ക് അനസ്തേഷ്യ എന്തിനാണ് കൊടുത്തതെന്ന് ഇപ്പോൾ പലരും ചിന്തിക്കുന്നു. നമുക്കതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഇല്ല. അപ്പോൾ ഇതെന്ത് ചെയ്യണം? അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും നല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ഹൈലി റെപ്യൂട്ടഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ആവശ്യമാണെങ്കിൽ മാത്രമേ പോകണ്ടൂ. ഇപ്പോൾ ഈ ബയലാറ്ററൽ ക്ലബ് ഫുഡ്സ് പോലെയുള്ള പ്രോബ്ലത്തിനൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നല്ല ട്രീറ്റ്മെൻറ്റാണ് നൽകുന്നത്. അങ്ങനെ മോളെ സഡേറ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ ആ ടൈമിനെ കുട്ടിക്ക് ചെറിയൊരു കോൾഡും കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടുത്തെ നിയറസ്റ്റ് വേറെ പീഡിയാട്രിക് സെക്ഷനിലെ ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി മെഷർമെൻറ്റ് ചെയ്തു. അപ്പം ഈ മെഡിക്കൽ ഫീൽഡിലെ ആൾക്കാർക്ക് കുട്ടീനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുട്ടിക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് MRI എടുക്കാൻ പറഞ്ഞു. അപ്പോൾ MRI ഇപ്പോൾ എടുക്കണം, 3 മാസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അങ്ങനെ ഞാനും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അന്ന് മുതൽ കുട്ടിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എപ്പോൾ അല്ലാണ്ട് ദുആ ചെയ്യും. അപ്പം ഞാൻ ഓരോ ദിവസം അല്ലാണ്ട് ദുആ ചെയ്യും, യാ അല്ലാ എൻ്റെ മോളെ തലൻ്റെ ഉള്ളിലൊന്നും പ്രശ്നങ്ങളുണ്ടാവില്ല, സാധാരണ ഒരു കുട്ടിയായിരിക്കണം. അപ്പോൾ ഈ കുട്ടിയുടെ ആ 10 ദിവസം മുതൽ 3 മാസം വരെ ഓരോരോ കാര്യങ്ങളും കുഞ്ഞ് നോക്കുന്നില്ല, ചിരിക്കുക. ആ ഒരു 3 മാസത്തിൻ്റെ വളർച്ചകളൊന്നും ഞാൻ കാണുന്നില്ല. കുട്ടി ആദ്യമൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല. ഈ ഷുഗർ ഡൗൺ ആവലും അത് കണ്ടുമ്പോൾ പേടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോവാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവള് എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ വിചാരിക്കുന്നു കുട്ടി നമ്മളെ ശ്രദ്ധിക്കുന്നു. പിന്നെ മനസ്സിലായി കുട്ടി നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഓരോ പ്രാവശ്യവും അത് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മാക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു ആ കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറേ വിളിച്ച് നട്ടിപ്പോണ്ട. 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ MRI എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകുന്നു. ഹോസ്പിറ്റലിൽ പോയ സമയത്ത് MRI എടുക്കുന്നു, വെടിപൊട്ടി. അപ്പം തന്നെ വെടിപൊട്ടി. ഡോക്ടർ എന്നോട് എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ഉമ്മാനോട് ഞാൻ പറയുന്നത്, ഒരു ഉമ്മ ടു ബി ഫ്രാങ്ക്, കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് ആ ടൈമിൽ അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കുക. നമ്മളിപ്പോൾ കേരളത്തിൽ അവസ്ഥയിൽ എനിക്കറിയും. അപ്പോൾ ഇതുപോലത്തെ ഒരു കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ടൈമും കൃത്യമായ രീതിയിൽ അവർക്ക് കുറച്ച് കൗൺസിലിംഗ് എല്ലാം കൊടുത്ത് എന്നിട്ട് വേണം കുട്ടിയുടെ സിറ്റുവേഷൻ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ കുട്ടീൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുന്നതിന് മുമ്പ് ആ അമ്മക്ക് കൗൺസിലിംഗ് നിർബന്ധമായി കൊടുക്കുക. എനിക്ക് ക്രമേണ വേണം ആ ഉമ്മാനോട് പറയാം. ഒന്നാമത് ഡെലിവറി ചെയ്തിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും എങ്ങനെയായാലും പോസ്റ്റ്പാർട്ടം ചെറിയ രീതിയിലുള്ള ഡിപ്രഷൻസും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഫീഡ് ചെയ്തിട്ടൊക്കെയാണ് റെഡി ആവല്. അപ്പോൾ ആ ടൈമിൽ കുട്ടി ഒരു കാര്യം പറഞ്ഞു, ഈ കുട്ടി നടക്കോ ഇരിക്കുകയോ ഒന്നും ചെയ്യൂല, ഇങ്ങനെ നോക്കാമെന്നേ ഉള്ളൂ. അപ്പം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചിന്തിക്കുന്നു, റബ്ബേ ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു. അല്ല, നിങ്ങൾ ചിന്തിക്കൂലേ? കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ നിങ്ങൾ ചിന്തിക്കൂലേന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. കാരണം എല്ലാവരും ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയ ആൾക്കാർ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇതുപോലെ കുട്ടികൾക്ക് ക്രിട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളും അതൊന്ന് അള്ളാഹ് ഒന്ന് മേലോട്ടെടുത്താൽ മതിയായിരുന്നു ചിന്തിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. അപ്പോൾ അങ്ങനെ ഉണ്ടായവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അങ്ങനെ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. പക്ഷെ എന്നാലും എനിക്ക് പ്രതീക്ഷ റെഡിയാവും. പക്ഷെ ഓരോ ദിവസം കഴിയുന്നോറും ഞാൻ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ കുഞ്ഞിക്ക് ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കിന്ന് സംസാരിക്കാൻ കഴിയും തോന്നില്ല. അപ്പം നമ്മളെ ഗസ്റ്റിനെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഇനി മുതൽ നമ്മുടെ കൂടെ നമ്മൾ ഐസമോളും ഉണ്ടായിരിക്കുന്നതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഐസാരും ലവ് സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ മോളും ഞാനും ഉണ്ടാവും. ബായ് ബായ്.